നമസ്കാരം. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് എന്നാണ് ഇന്ന് ലഭിക്കുന്ന വിവരം. കടകംപള്ളി സുരേന്ദ്രനെ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായ PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഇവരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തതെന്നുള്ള ചോദ്യം നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ തട്ടിപ്പെല്ലാം നടന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതാകട്ടെ, ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുള്ള ഒരു സ്ഥാപനമാണ്, അവിടുത്തെ കാര്യങ്ങളിൽ മന്ത്രി എന്നുള്ള നിലയിൽ തങ്ങൾ ആരും തന്നെ ഇടപെടാറില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് പലരും മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലതവണ തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. മാത്രമല്ല, തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിലൊന്നും തനിക്കൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായ PS പ്രശാന്തിനെയും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വിലപ്പെട്ട പല വിവരങ്ങളും ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം PS പ്രശാന്ത് മാസങ്ങൾക്ക് മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിവായത്. അതുവരെ കഴിഞ്ഞ 2 വർഷം PS പ്രശാന്ത് തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത്. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലയളവിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുമൊക്കെ തന്നെ പിന്നീട് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പത്മകുമാറിൻ്റെ കാലത്ത് മാത്രമല്ല, PS പ്രശാന്തിൻ്റെ കാലത്തും നിരവധി ക്രമക്കേടുകൾ ശബരിമലയിൽ നടന്നു വന്നും അതിൽ ഈ PS പ്രശാന്തിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ വെട്ടിലായ ഒരവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പരാജയ കാരണങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുണ്ടായതിനെക്കുറിച്ചുള്ള ചർച്ചയിലൊക്കെ തന്നെ സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമായി എന്നാണ് പറഞ്ഞിരുന്നത്. ഫലത്തിലിപ്പോൾ CPMൻ്റെ സമുന്നതരായ പലരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പായിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റും CPMൻ്റെ മുൻ MLAയും പത്തനംതിട്ടയിലെ പ്രമുഖ CPM നേതാവുമൊക്കെയായ പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡൻറ്റും മുൻ കമ്മീഷണറുമായ വാസു, അദ്ദേഹം CPMകാരനായിരുന്നു, CPMൻ്റെ ജനപ്രതിനിധിയായിരുന്ന ആളാണ്. വാസു ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിൽ തന്നെയാണ്. ഇവിടെ ക്രമക്കേട് നടക്കുന്ന കാലഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ നടന്ന പല സംഭവങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷം നേരത്തെ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘമാകട്ടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.